എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. നമുക്ക് ആദ്യം 15ാമത്തെ ശ്ലോകം നോക്കാം. ആലോകയിഷ്യേ കമലേക്ഷണ ത്വാം ദ്വിത്രൈരഹോഭിസ്സഹിതോ ജനന്യാ അലം വിഷാദേന കഥം പുനസ്തേ മനോമദീയം സഹതേ വിയോഗം. നമുക്ക് പദച്ഛേദം പറയാം. ആലോകയിഷ്യേ കമലേക്ഷണ ത്വാം ദ്വിത്രൈഃ അഹോഭി സഹിത ജനന്യ അലം വിഷാദേന കഥം പുനഃ തേ മനഃ മദീയം സഹതേ വിയോഗം. ശ്രീകൃഷ്ണനോട് നന്ദഗോപുരൻ എന്താണ് പറയണതെന്നാണെങ്കിൽ അവിടെ ശ്രീകൃഷ്ണനെ വിളിക്കുകയാണ് കമലേക്ഷണ. ഹേ സുന്ദരമായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ശ്രീകൃഷ്ണ, കൃഷ്ണ, കമലേക്ഷണ, സുന്ദര എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ദ്വിത്രൈഃ അഹോഭി. ദ്വിത്രൈഃ എന്ന് പറഞ്ഞാൽ 2 3 എന്നർത്ഥം. 2 3 അഹോഭി ദിവസങ്ങൾക്കുള്ളിൽ, ദിവസങ്ങളെ കൊണ്ട്, ജനന്യാസഹിത അമ്മയോട് കൂടിയിട്ട്, ത്വാം ആലോകയിഷ്യേ ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ അമ്മയില്ലാതെയാണല്ലോ അവിടെ നിന്ന് പോന്നിരിക്കുന്നത്. സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പുരുഷ സുഹൃത്തുക്കൾ, ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രായമുള്ളവരായിട്ടുള്ള നന്ദഗോപരും ഉപനന്ദന്മാർ കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ രാജാവിനെ കാണാനൊക്കെ ആയിട്ട് ക്ഷണം സ്വീകരിച്ച് അക്രൂരൻ്റെ കൂടെ കാളവണ്ടികളിലായിട്ട് പോകുന്നത്. ഇനി അങ്ങനെയല്ല വരാൻ പോണത്, അമ്മയും കൂട്ടിയിട്ട് വരാം. ഇവരൊന്നുമല്ല, അതായത് ഈ ഗോപന്മാരെ കൂട്ടിയിട്ടൊന്നുമല്ല ഇനി വരുന്നുണ്ടാവുക. നിന്നെ കാണാൻ ഏറ്റവും അധികം മോഹിക്കണത് അമ്മയല്ലേ, യശോദ. യശോദാദേവിയെയും കൊണ്ടാണ് ഇനി ഞാൻ വരാൻ പോണത്. അത് അധികമൊന്നും വൈകില്ല. ദ്വിത്രൈഃ അഹോഭി 2 3 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളെ കാണാൻ, നിങ്ങളെ 2 പേരെയും കാണാൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് വീണ്ടും വരുന്നുണ്ട്. വിഷാദേന അലം. വിഷമിക്കൊന്നും അരുത് കേട്ടോ, വിഷാദിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെയും അമ്മയും വേർപെട്ട് കഴിയാത്ത കുട്ടിയാണ്. വേറൊരച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഇപ്പോൾ താമസിക്കാൻ പോണത്. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് നന്ദഗോപരെ. പാവം. തേ മനഃ കഥം പുനഃ മദീയം വിയോഗം സഹതേ. എന്നിട്ട് ഇവിടെ നന്ദഗോപർ ചോദിക്കുകയാണ്, നിൻ്റെ മനസ്സ് എങ്ങനെയാണ് എൻ്റെ വിയോഗത്തിനെ സഹിക്കുക? ഞാനില്ലാതെ നീ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുക? സത്യത്തിൽ ശ്രീകൃഷ്ണൻ്റെ വിഷമത്തെ പറ്റി തന്നെയാണോ ഇത് ചോദിക്കണത് എന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. ആരോടും അത്രയ്ക്കധികം സംസർഗവുമില്ല, ആരോടും വിയോഗവും ഇല്ലാത്ത ഒരാളാണ്. അതായത് അമ്പാടിയിൽ നിന്ന് പോന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദുഃഖങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഭഗവാൻ അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ മധുരാപുരിയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ ഈ ഗോപന്മാരെ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ വിട്ടു എന്നുള്ളത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു കുലുക്കവും വരാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് ശ്രീകൃഷ്ണൻ. പക്ഷേ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാളാണ് നന്ദഗോപര്. അപ്പോൾ നന്ദഗോപര് ശ്രീകൃഷ്ണനെ ആശ്വസിപ്പിക്കുക വഴി തന്നെ തന്നെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് 2 3 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു വരും, നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ സ്വന്തം മനസ്സിനോട് തന്നെയാവും പറയണത്, മനസ്സേ നീ വിഷമിക്കണ്ട, 2 ദിവസം കഴിഞ്ഞാൽ കൃഷ്ണനെ കാണാലോ എന്ന്. പക്ഷേ ശ്രീകൃഷ്ണനെ ആശ്വസിപ്പിക്കുന്ന പോലെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നീ എങ്ങനെയാണ് കഥം പുനഃ, നീ എങ്ങനെയാണ് മദീയം വിയോഗം സഹതേ, എൻ്റെ വിയോഗം സഹിക്കണത് ചോദിക്കുകയാണ്. കാകുണ്ട് അവിടെ, സ്വരവ്യത്യാസത്തോട് കൂടിയിട്ടാണ് പറയണത്. അപ്പോൾ എൻ്റെ വിയോഗം നിനക്ക് താങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണത് 2 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ വരും എന്ന്. ഇതൊക്കെ തന്നെ കൃഷ്ണനോട് പറയണത് പോലെ നന്ദഗോപുരം മനസ്സിനോടും പറഞ്ഞിട്ടുണ്ടാവാം. ശ്രീകൃഷ്ണനിൽ നിന്നുള്ള വിയോഗം എങ്ങനെയാണ് മനസ്സെ നീ താങ്ങാൻ പോണത്, നിനക്കത് സഹിക്കില്ല എന്നറിയാം. അതുകൊണ്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വന്ന് കൃഷ്ണനെ കാണാം എന്ന് മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണത് കൂടിയാവാം എന്ന് തോന്നുകയാണ് നന്ദഗോപരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ. നമുക്ക് 16ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഈ ഒരു ശ്ലോകം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ ഉപദേശിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജാവായി നീ ആലോചിക്കണം എന്നുള്ള രീതിയിൽ. ആദ്യം ശ്ലോകം നോക്കൂ.
ഉപാർജിതം ബാഹുബലേന രാജ്യം നവം ദ്വിഷച്ഛേദസമേതമേതത് ചാരേക്ഷണശാധികൃതാവധാന ഛായാമപി സ്വാം സുതശങ്കമാന. ആദ്യം പദച്ഛേദം പറയാം. ഉപാർജിതം ബാഹുബലേന രാജ്യം നവം ദ്വിഷച്ഛേദസമേതം ഏതത് ചാരേക്ഷണ ശാധി കൃതാവധാന ഛായാം അപി സ്വാം സുത ശങ്കമാന. മകനെ വിളിച്ചിട്ട് പറയാണ്, ഹേ സുത പുത്ര, ബാഹുബലേന ഉപാർജിതം, നീ ഇപ്പോൾ നിൻ്റെ കൈകൊണ്ട് തന്നെ സമ്പാദിച്ചതാണ്. കയ്യൂക്ക് കൊണ്ട്, കൈകൊണ്ടെന്നല്ല, ബാഹുബലേന നിൻ്റെ കയ്യൂക്ക് കൊണ്ട് നീ എന്ത് സമ്പാദിച്ചിരിക്കുന്നു? നവം രാജ്യം, പുതിയൊരു രാജ്യമാണ് നീ കീഴടക്കിയത്. പുതിയൊരു രാജ്യം എന്നുള്ളത് കൊണ്ട് ഇതുവരെ ശ്രീകൃഷ്ണൻ ഒരു രാജ്യം കീഴടക്കാനുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ളത് ഇവരാരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ഗോപബാലകൻ എന്നുള്ളതിൽ കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് കഴിവുകളൊക്കെ ഉള്ളൊരു ഗോപബാലകൻ എന്നല്ലാതെ ഒരു രാജവംശത്തിൻ്റെ പ്രതിനിധിയാണെന്നൊന്നും കരുതിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഈ മധുരാപുരി എന്നുള്ളത് നീ നിൻ്റെ കയ്യൂക്ക് കൊണ്ട് സമ്പാദിച്ചെടുത്തതാണ്. അതാണ് ബാഹുബലേന ഉപാർജിതം ഏതത്. സ്വന്തം കയ്യൂക്ക് കൊണ്ട് നേടിയെടുത്തതായ ഈ രാജ്യം ഉണ്ടല്ലോ, അത് ഒരു ഗുണം കൂടി കിട്ടി. പെട്ടെന്ന് തന്നെ അതിലെ ശത്രുക്കളൊക്കെ ഇല്ലാതെയായി. അതാണ് ദ്വിഷച്ഛേദസമേതം നവം രാജ്യം. ദ്വിഷച്ഛേദം, ദ്വിഷത്ത് എന്ന് പറഞ്ഞാൽ ശത്രു, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തിട്ട് ആണ് തൻ്റേതാക്കിയത്. സാധാരണ രാജാക്കന്മാരെങ്ങനെയാണ്? അവരവർക്കൊരു രാജ്യം ഉണ്ടാവും, ശത്രുക്കൾക്ക് വേറൊരു രാജ്യം ഉണ്ടാവും, തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കും. ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും യുദ്ധം നടക്കുക. ചിലപ്പോൾ ഈ രാജ്യം ശത്രുപക്ഷത്തേക്കാവും, അല്ലെങ്കിൽ ശത്രുക്കളുടെ രാജ്യം തൻ്റെ പക്ഷത്തേക്കാക്കും, ശത്രുക്കളെ വധിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല ഉണ്ടായത്. ആദ്യം തന്നെ ഒരു രാജാവായിട്ട് തീരുക ചെയ്തത്. ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ വധിച്ച് ആ രാജ്യത്തെ രാജാവായി തീർന്നു. അപ്പോൾ അതൊരു നവമായിട്ടുള്ള പദവിയാണ്, നവം, പുതിയതായിട്ടുള്ളൊരു അധികാരമാണ്, രാജ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട്, ദ്വിഷച്ഛേദത്തോടു കൂടിയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് സമ്പാദിച്ചെടുത്തതായ ഈ പുതിയ രാജ്യം, അവിടെ കൃതാവധാന, നീ നല്ലോണം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നീ ഇതുവരെ ഒരു രാജ്യഭരണം നടത്തിയിട്ടില്ല. അവിടെ ജനങ്ങളോടുകൂടി അല്ലെങ്കിൽ കുട്ടികളോടുകൂടി കളിച്ചു നടന്നിട്ടുള്ള ഒരാളാണ്. ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് ഒരു രാജ്യം പരിപാലിക്കുകയെ പ്രജകളെ നോക്കിക്കാണുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധ വേണം. കൃത അവധാന, അവധാന എന്നുള്ളത് കൊണ്ട് ശ്രദ്ധ എന്നർത്ഥം. നല്ലോണം ശ്രദ്ധയോട് കൂടിയിട്ട് രാജ്യം കൊണ്ട് നടക്കണം. എന്നിട്ടൊരു ഉപദേശം കൊടുക്കുകയാണ്. ചാരേക്ഷണ, രാജാക്കന്മാരുടെ സ്വഭാവം തന്നെ ചാരന്മാരോടുകൂടി ഉള്ളവരെന്നാണ്. രാജാനശ്ചാര ചക്ഷുഷ എന്നാണ് ആപ്തവാക്യം. രാജാക്കന്മാരുടെ കണ്ണ് എന്ന് പറയുന്നത് ചാരന്മാരാണ്. രാജാക്കന്മാർക്ക് ഒരിക്കലും ഒരു രാജ്യം മുഴുവൻ ഓടിയെത്തി അവിടുത്തെ കഥകൾ മുഴുവനും കണ്ടറിയാൻ പറ്റില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഓരോരോ വിഷയങ്ങളെപ്പറ്റി കണ്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നവർ ചാരന്മാരാണ്. അതുകൊണ്ട് ചാരന്മാരെ ധാരാളം നിയമിക്കണം. ചാരേക്ഷണനായിക്കൊണ്ട്, നീ അങ്ങനെ ചാരചക്ഷുസായി നിന്നുകൊണ്ട്, സ്വാം ഛായാമപി, അങ്ങനെ ചാരചക്ഷുസായി നിൽക്കുക മാത്രം പോരാ, അവരവരുടെ നിഴലിനെ തന്നെ ശങ്കമാന, ശങ്കിച്ചുകൊണ്ട്, ശാധി, പരിപാലിച്ചോളൂ. അതായത് നിഴലിനെ സംശയിക്കുക എന്നൊക്കെ പറയണത് വാച്യാർത്ഥത്തിലല്ല പ്രയോഗം. എന്താ നിഴലിനെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്നർത്ഥം. വിശ്വാസം എന്ന് പറയണത് ആരോടും എന്നേക്കുമായിട്ടുള്ള വിശ്വാസം രാജാക്കന്മാർ കൊടുക്കരുത്. ഒക്കെ താൽക്കാലികമാണ്. രാജാക്കന്മാരുടെ ഇഷ്ടമായാലും ദേഷ്യമായാലും ഒക്കെ താൽക്കാലികമാണ്. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് ഭാരവിയുടെ കിരാതാർജുനീയത്തിലെ 1-ാമത്തെ സർഗത്തിലാണ്. ആശ്രിതരിൽ രാജാക്കന്മാരുടെ മനസ്സ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഇഷ്ടം എന്ന് പറയുന്നത് പ്രായശ്ചലം, പ്രായേണ, മിക്കവാറും അങ്ങനെയാണ്, ചലമായിരിക്കും, ചഞ്ചലമായിരിക്കും. അതായത് ആരാണോ തൻ്റെ അടുത്തേക്ക് വരുന്നത് അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നടത്തുക. അത് കഴിഞ്ഞാൽ അവരോട് അത്ര പിന്നെ പരിഗണന ഇല്ലെങ്കിലും വേണ്ടില്ല അടുത്ത ആളോട്. അങ്ങനെ ആശ്രിതന്മാരെ കൊണ്ട് നടക്കേണ്ടത് ഒരു രാജാവിൻ്റെ ആവശ്യമാണ്. അതായത് ഒരു രാജ്യം കൊണ്ട് നടക്കണതിൻ്റെ ഒരാവശ്യമാണ്. രാജാവിൻ്റെ സ്വന്തമായിട്ടുള്ള ആവശ്യമല്ല. അവിടെ പ്രിയങ്ങളുണ്ടാവാം, ഹിതങ്ങളുണ്ടാവാം, എല്ലാതും ഉണ്ടാവാം. പക്ഷേ രാജ്യം കൊണ്ട് നടക്കണമെങ്കിൽ
ഈ പറഞ്ഞ നിഷ്ഠകളോ സത്യസന്ധതയോ മാത്രമൊന്നും പോരാ. ഈ ആശ്രിതന്മാരിൽ ചഞ്ചലമായിട്ടുള്ള വൃത്തികൾ, ചാഞ്ചല്യം എന്ന് പറയുന്നത് ഒരു ദോഷമായിട്ടല്ല, അവിടെ അത് ആവശ്യമാണ്. പ്രജകൾക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, നേടിക്കൊടുക്കണമെങ്കിൽ ഓരോരുത്തരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കണം. ആരെ കൊണ്ടാണിപ്പോൾ പ്രയോജനം രാജ്യത്തിന്? അവരുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കുക. അതാണ് ഓരോ ഭരണാധികാരിയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വാധീനങ്ങൾ, അവരുടെ പണം, അല്ലെങ്കിൽ അവരുടെ പ്രതാപം, അവരുടെ സ്ഥാനം, ജനമനസ്സിലുള്ള അവരുടെ ഒരു ഇടപെടാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുക. അതാണൊരു രാജാവിൻ്റെ ഡ്യൂട്ടി. അതുപോലെ വേണം നീ ഇവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ എന്നാണ് പറയണത്. സ്വന്തം നിഴലിനെ വിശ്വസിക്കരുത്. രാജാവ് എന്നുള്ള നിലയ്ക്ക് ധാരാളം ചാരന്മാരെ വെക്കണം. കുട്ടിയാണല്ലോ ശ്രീകൃഷ്ണൻ, ഇതൊക്കെ അറിയാതെ പോയാലോ എന്നുള്ള പരിഭ്രമം കൊണ്ട്, ചിന്ത കൊണ്ട് നന്ദഗോപർ ശ്രീകൃഷ്ണനെ ഉപദേശിക്കുകയാണ്. അങ്ങനെയൊക്കെ പരിപാലനം ചെയ്യൂ വേണ്ടതുപോലെ രാജ്യം. ഈ മധുരാപുരിയെ നല്ല ഉത്തമമായ ഗതിയിലേക്ക് ഉയർത്തൂ എന്നാണ് ഇവിടെ നന്ദഗോപർ ശ്രീകൃഷ്ണന് കൊടുക്കണ ഉപദേശം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആലോകയിഷ്യേ കമലേക്ഷണത്വാം ദ്വിത്രൈരഹോഭിസ്സഹിതോ ജനന്യാ അലം വിഷാദേന കഥം പുനസ്തേ മനോമദീയം സഹതേ വിയോഗം ഉപാർജിതം ബാഹുബലേന രാജ്യം നവം ദ്വിഷച്ഛേദസമേതമേതത് ചാരേക്ഷണശാധികൃതാവധാന ഛായാമപി സ്വാം സുതശങ്കമാന. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.